Hello, welcome to market discussion of the day. Today, July 3rd, 2026, വെനസ്ഡേ ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ പുതിയ ബാച്ച് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച് അടുത്ത തിങ്കളാഴ്ച ആയിരിക്കില്ല, ചൊവ്വാഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും, എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ ഞാൻ നേരെ തന്നെ ഫണ്ടമെൻ്റൽ പേജ് എടുത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ നമുക്ക് വ്യാഴാഴ്ചയായിരുന്നു, പക്ഷേ നോൺ ഫാം പേറോളിൻ്റെ ന്യൂസ് ഇന്നലെ വന്നു അല്ലേ. സോ നോൺ ഫാം പേറോളിൻ്റെ ന്യൂസിന് ശേഷം വലിയ രീതിയിലുള്ള വോളറ്റാലിറ്റിയൊക്കെ മാർക്കറ്റിലുണ്ടായി. മാർക്കറ്റൊക്കെ എവിടെയോ എത്തി അല്ലേ. സോ ഞാൻ ഇങ്ങനത്തുള്ള ന്യൂസുള്ള സമയത്ത് പിന്നീട് ഞാൻ മാർക്കറ്റിനെ പറ്റി വലുതായിട്ട് നോക്കാറില്ല. എന്താ പറയുക, മാർക്കറ്റ് ഭയങ്കരമായ ഒരു അപ് ട്രെൻഡിലോട്ട് പോകുന്നത് നമ്മൾ കാണുകയും ചെയ്തു അല്ലേ. സോ ബേസിക്കലി ഇങ്ങനെ പോകാനായിട്ടുള്ള എന്താണ് ഇങ്ങനെ പെട്ടെന്ന് 4180 പോകാനായിട്ടുള്ള റീസൺ. സോ കുറേ കാലത്തിന് ശേഷം ആക്ച്വലി നമുക്ക് നോൺ ഫാം പേറോളിൻ്റെ ന്യൂസ് വന്നപ്പോൾ 114K ആൾക്കാർക്കായിരുന്നു പുതിയതായിട്ട് ജോലി കിട്ടും എന്നുള്ള ഒരു എന്താ പറയുക ഒരു ഫോർകാസ്റ്റ് ഉണ്ടായിരുന്നത്. ഓക്കെ, സോ അവിടുന്ന് വെറും 57K ആൾക്കാർക്ക് മാത്രമേ ജോലി കിട്ടിയുള്ളൂ എന്നുള്ളത് ബേസിക്കലി യു എസ് ഡോളേഴ്സിനെ വീക്കൻ ചെയ്തു. ഓക്കെ, സോ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ന്യൂസും നമ്മുടെ US ഡോളറിനെ ഭയങ്കര ശക്തിപ്പെടുത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. സോ ഇന്നലെ വന്ന ന്യൂസിനകത്ത് ഏകദേശം പകുതിയായി ഈ പറയുന്ന പർട്ടിക്കുലർ ഡേറ്റ അല്ലേ. സോ അതുകൊണ്ടിട്ട് വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുകയും ഗോൾഡ് പിന്നീട് മുകളിലോട്ട് പോവുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ യൂറോയും GBP USDയും എല്ലാം സ്ട്രെങ്തൻ ആവുകയും നമ്മുടെ USD JPY സ്ട്രെങ്ത് കുറയുകയും ചെയ്തു എന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കി പോവാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ മേജറായിട്ട് ഇന്നലത്തെ ന്യൂസ് എന്ന് പറയുന്നത്. സോ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇന്ന് നമുക്ക് US ഹോളിഡേ ആണ്. ഓക്കെ, സോ ഇന്ന് US ഹോളിഡേ ആയതുകൊണ്ടിട്ട് തന്നെ മാർക്കറ്റിൽ ബേസിക്കലി എന്താ പറയുക വോളറ്റൈൽ ആവാനായിട്ടുള്ള സിറ്റുവേഷൻ വളരെ കൂടുതലായിരിക്കും അല്ലേ. സോ ഈ ഒരു ദിവസങ്ങൾ, അതായത് US ഹോളിഡേ ആയിട്ടുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ പറയും ഓവർ റിസ്ക് ഒന്നും എടുക്കരുത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരും. കാരണം സിംഗിൾ ക്യാൻഡിൽസിൻ്റെ ബിഗ് മൂവ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഇന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം, കാരണം US ഹോളിഡേ ആയതുകൊണ്ടിട്ട് തന്നെ എനിക്ക് തോന്നുന്നത് മാർക്കറ്റിൽ എത്രയോ ടൈം കഴിഞ്ഞിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോകാനായിട്ടുള്ള ഒരു പോസിബിലിറ്റിയും ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ മനസ്സിലാക്കുന്നു. അതിനെപ്പറ്റി ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ എനിക്കില്ല, നിങ്ങളും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു കാര്യമായിരിക്കും. ഓക്കെ, സോ എനിവേയ്സ് നമുക്ക് നമ്മളുടെ എന്താ പറയുക ഈ പറയുന്ന ന്യൂസിലോട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അല്ലേ. സോ നമുക്ക് നേരെ നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് പോകാം. ടെക്നിക്കൽ സൈഡിൽ നമുക്കിന്ന് ബേസിക്കലി നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ USD JPYയിൽ നിന്ന് തുടങ്ങാം. USD JPY 161.126 നിൽക്കുന്നു. നമുക്ക് ഒന്നും കൂടെ 162 എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. ഓക്കെ, സോ 162 അവിടെ നമുക്ക് കിട്ടുമ്പോൾ ബേസിക്കലി അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിലുള്ളൊരു സെല്ല് ചെയ്ത് നമുക്ക് തുടങ്ങുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു എൻട്രി USD JPYയിൽ. ഓക്കെ, സോ 162 അവിടെ സെല്ലെടുക്കുന്ന ആൾക്കാർ 163 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. അതിനനുസരിച്ചിട്ടുള്ളൊരു ലോട്ട് സൈസ് മാത്രമേ നമ്മൾ വെക്കാനും പാടുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ നേരെ നമ്മളുടെ GBP USDയിലോട്ട് വരാം. 1.3364 നമുക്കൊരു ഒന്നുകൂടെ ഒന്ന് റീട്രേസ് ചെയ്ത് കിട്ടി. 1.3310 1.3300 റേഞ്ചിൽ കിട്ടുകയാണെങ്കിൽ അവിടുന്ന് ബൈ ചെയ്ത് പോകുന്നതായിരിക്കും ബെറ്റർ. ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചോ. 1.3280 താഴെയായിട്ട് ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് കൊണ്ടിട്ട് തെറ്റില്ലാത്ത ആൾക്കാരാണ്. നിങ്ങൾ ലോങ്ങർ ടേമിനോട്ട് എന്താണ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ 1.324 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുകയും ചെയ്യണം. ഓക്കെ, നേരെ നമ്മളുടെ യൂറോ USDയിലോട്ട് പോകാം. 1.1448 നിൽക്കുന്നു. നമ്മൾ നേരത്തെ, അതായത് ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ എൻട്രീസാണ്. GBPയിൽ നമ്മൾ എപ്പോഴാണ് 1.3 ഈ ഒരു പോയിന്റിൽ നിന്നൊക്കെ നമ്മൾ ബൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. 1.3159 1.3200 1.3145 ആ റേഞ്ചിൽ നിന്നൊക്കെ ബൈ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്ര ഒരാഴ്ചയൊക്കെ ഹോൾഡ് ചെയ്യാനായിട്ടുള്ളൊരു എന്താ പറയുക ഒരു ധൈര്യം ഉണ്ടാവണം ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, അതിനുള്ള അക്കൗണ്ട് നിങ്ങൾ പ്രോപ്പറായിരിക്കണമായിരുന്നു. നമ്മുടെ സ്വാഫ്രി അക്കൗണ്ട്സ് വേണമായിരുന്നു അല്ലേ. സോ അന്ന് ചെയ്തിട്ടുള്ള ഞാനൊരു 1.3100 ഒക്കെ അവിടെ നിന്ന് മേടിച്ച് ഇന്നലെ ഞാനത് സെൽ ഓഫ് ചെയ്തു. ഓക്കെ, ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് താഴോട്ട് വന്ന് 1.3300 അവിടെ നിന്ന് വീണ്ടും വാങ്ങാം എന്നുള്ളതാണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ.
ഓക്കെ. സോ അത് നമുക്ക് ഇപ്പം ഇന്നലെ നമ്മൾ നേരത്തെ പറഞ്ഞ USD JPYയിൽ 162 സെല്ല്, അതേപോലെ യൂറോയിലുള്ള 1.1300 എന്നുള്ള ബൈ, ഇതെല്ലാം നമ്മൾ ഇന്നലെ എൻകാഷ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ. സോ കാരണം മാർക്കറ്റിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു മൂവ്മെൻറ്റ് ഇന്നലെ ഉണ്ടായി, നമുക്ക് അത് പ്രോഫിറ്റ് തരികയും ചെയ്തു. ആ എൻട്രി ഒക്കെ എടുത്തിട്ടുള്ള ആൾക്കാരൊക്കെ എന്താ പറയുക നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഓക്കെ. നമ്മൾ നേരെ നമ്മുടെ GBP USD വീണ്ടും നമുക്കൊന്ന് റീട്രേസ് ചെയ്ത് കിട്ടി. 1.3320 1.3310 റേഞ്ചിൽ കിട്ടുകയാണെങ്കിൽ ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ. യൂറോ USD 1.1449 നിൽക്കുന്നു. വീണ്ടും 1.1400 അവിടെ 1.1410 അവിടെയൊക്കെ കിട്ടുകയാണെങ്കിൽ വീണ്ടും അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലൊരു തീരുമാനമായിരിക്കും. എന്തിനകത്താണ് നമ്മളുടെ യൂറോ USDയിൽ. ഓക്കെ. സോ അവിടെയും നമ്മൾ 1.1 ലോങ്ങർ ടേമിൽ ചെയ്യുന്ന ആൾക്കാർ 1.1360 താഴെ സ്റ്റോപ്പ് ലോസ് നിർബന്ധമായിട്ടും വെച്ച് പോവുകയും ചെയ്യണം. ഓക്കെ. നേരെ നമ്മൾ ഗോൾഡ് ആഷനിലോട്ട് വരാം. ഗോൾഡ് 4167. ഓക്കെ. ഗോൾഡ് ബേസിക്കലി ഒരു ബുള്ളിഷ് ആണ് കൊടുക്കുന്നത്. ഓക്കെ. നമുക്ക് എപ്പോഴും ബെറ്റർ ഒന്ന് റീട്രേസ് ചെയ്ത് കിട്ടുമ്പോഴായിരിക്കും. അതിനകത്ത് ഏറ്റവും ബെറ്റർ പോയിന്റ് 4130 അവിടുന്ന് നമുക്ക് പ്രോപ്പറായിട്ടൊരു എൻട്രി കിട്ടിയാൽ അവിടുന്ന് ബൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു എൻട്രി. ഓക്കെ. സോ 4130 അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 4120 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. ഓക്കെ. 4180 4200 റേഞ്ചിൽ നമുക്ക് TP വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ. സോ ഇതാണ് ബെറ്റർ ഓപ്പർച്യൂണിറ്റി. പക്ഷേ ഒരു റിസ്കി ഓപ്പർച്യൂണിറ്റി കൂടെ ഞാൻ പറഞ്ഞുതരാം സെല്ല് ചെയ്യാനായിട്ടുള്ള. മാർക്കറ്റ് ഇത്രയും വലിയൊരു ഫണ്ടമെൻ്റൽ നല്ല രീതിയിലുള്ള എന്താ പറയുക നമ്മുടെ ഡോളറിന് നല്ല ഒരു മൂവ്മെൻറ്റ് ഡൗൺ ട്രെൻഡ് ആയിരിക്കുന്ന സമയത്ത് ട്രെൻഡിന് ഓപ്പോസിറ്റായിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ് നമ്മൾ 4180 അവിടെ നിന്നുള്ള സെല്ല്. ഓക്കെ. സോ 4180 85 ലെവലിൽ സെല്ല് ചെയ്യുന്ന ആൾക്കാർ 4192 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് 4150 വരെയൊക്കെ നമുക്ക് വേണം എന്നുള്ള ആൾക്കാർ മാത്രമാണ് കേട്ടോ. നിങ്ങൾ നല്ല രീതിയിൽ പ്രോഫിറ്റൊക്കെ ഉണ്ടാക്കി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് എങ്കിൽ വേണമെങ്കിൽ ഒരു റിസ്ക് നിങ്ങൾക്ക് എടുത്ത് നോക്കാം. വളരെ ചെറിയ ലോട്ട്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ. ഓക്കെ. സോ അതാണ് ആക്ച്വലി നമ്മുടെ എന്താണ് USD ഗോൾഡിൻ്റെ കാര്യത്തിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ആക്ച്വലി നമ്മളുടെ ഇന്നത്തെ മാർക്കറ്റ് ഡിസ്കഷനകത്ത് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. സോ വീണ്ടും നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റി വരും. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ചാടിക്കറി മാർക്കറ്റിലോട്ട് കയറാതിരിക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. യൂറോയിലും GBPയിലും USD JPYയിലും നല്ല ഓപ്പർച്യൂണിറ്റി, ലോങ്ങർ ടേമിലോട്ടുള്ള ഓപ്പർച്യൂണിറ്റി. ഓക്കെ. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീക്കിൽ ഈ പറയുന്ന ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചൊക്കെ. ഓക്കെ. ആ ഓപ്പർച്യൂണിറ്റി നമ്മളെ വിശ്വസിച്ച് എടുത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കിയ എല്ലാ ആൾക്കാർക്കും കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദാറ്റ്. ആൻഡ് എഗെയിൻ നിങ്ങൾ പുതിയ ബ്രോക്കർ നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് മെസ്സേജ് അയയ്ക്കുക. ഞാൻ നിങ്ങൾക്ക് നല്ല ബ്രോക്കേഴ്സ് ഞാൻ സജസ്റ്റ് ചെയ്ത് തരാം. അങ്ങനെ നമ്മൾ ത്രൂ ഉള്ള ബ്രോക്കറിൽ നിങ്ങൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സിഗ്നൽ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള എൻട്രിയും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ. എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.